സുന്ദരീസ് നമുക്കിന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയും ബ്ലൗസും അങ്ങനെ നോക്കാം കേട്ടോ. ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണിലാണ് ഉള്ളത്. അതും മറ്റേ ഹൈപ്പർ മാർക്കറ്റില്ലേ തൃശ്ശൂരുള്ള, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ തുണിയുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴാണ് 41 രൂപ മുതൽ 99 രൂപയുള്ള തുണികളും കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൽ നിന്ന് നോക്കാം. ആദ്യം എനിക്ക് ഈ പുറത്തിരിക്കുന്ന ഓരോന്നൊക്കെ കണ്ടിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് 125, 150, 250 അങ്ങനെയൊക്കെ റേറ്റിലാണ്. അപ്പോൾ നമുക്ക് സാരിക്ക് ഒരു 5.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിലയാവും. പക്ഷേ എനിക്ക് 5 മീറ്റർ മതി കേട്ടോ. ഞാൻ 5 മീറ്ററാണ് സാരിക്ക് എടുക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല രസമുണ്ട്, നമ്മൾ ക്രിസ്മസി വൈബും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് സാരി ആയിട്ട് നമ്മൾ ഉടുത്തിട്ട് പിന്നെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു അനാർക്കലി ആയിട്ടോ അല്ലെങ്കിൽ സ്കേർട്ടായിട്ടൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 5 മീറ്റർ എടുക്കാം. ബ്ലൗസിന് വേണ്ടിയിട്ട് ഒരു 0.60, 0.70 എടുക്കാവുന്നതാണ്. അപ്പോൾ സാരിക്ക് നമുക്ക് 70 രൂപയുടെ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ 350 രൂപ, ബ്ലൗസിന് ഒരു 50-60 രൂപയ്ക്കേ ആവുന്നുള്ളൂ. എങ്ങനെ പോയാലൊരു 400 രൂപയ്ക്ക് നമുക്ക് ഒരു സാരിയും ബ്ലൗസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലേസ് സാരിയുടെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ വൈറ്റ് ലേസ്, റെഡ് ആയിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ 2.5 മീറ്ററോളം വെക്കണം, മറ്റേ സൈഡിൽ ഒരു 5 മീറ്റർ ഫുൾ വേണം. 4.5 മീറ്റർ വരെ വെച്ചാലും കുഴപ്പമില്ല, ബാക്കി ഉള്ളിലേക്ക് പോവുമല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഇതുണ്ടല്ലോ, പല്ലുവിൻ്റെ സൈഡ്, അവിടെ 2.5 മീറ്ററോളം വെക്കുക. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഏകദേശം 2.5 മീറ്റർ എടുത്തിട്ട് ലേസ് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് പോവുമല്ലോ, മടക്കി കുത്തി വെക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അറ്റത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലേസിനെ മടക്കിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ സാരിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അധികം മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൂലൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും വരില്ല കേട്ടോ. ഒരു ഓർഗൻസ പോലത്തെ, എന്നാൽ ഒറിജിനൽ ഓർഗൻസ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 70 രൂപയ്ക്ക് നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ ഈ ഭാഗം എന്ന് വെച്ചാൽ താഴേക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരാൾക്കാണെങ്കിൽ 5 മീറ്ററോളം വെക്കുകയാണെങ്കിൽ, അതായത് സാരിയുടെ വീതി 5.5 മീറ്റർ ആണെങ്കിൽ 5 മീറ്ററോളം ലേസ് വെക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 5 മീറ്ററാണ് സാരിക്ക്. അപ്പോൾ അതുകൊണ്ട് 4.5 മീറ്ററോളം നമ്മൾ ലേസ് വെക്കുന്നത് കേട്ടോ. ആ 1/2 മീറ്റർ ഉള്ളിലേക്ക് പോവുമല്ലോ നമ്മൾ ഉടുത്ത് വരുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുള്ള് ലേസ് വെച്ച് പെട്ടെന്ന് തീരും കേട്ടോ. ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട. സ്പീഡിലടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5 മിനിറ്റിലൊക്കെ കാര്യം. 5 മിനിറ്റ് കുറച്ച് ഓവറല്ലേ, എന്തായാലും ഒരു 10 മിനിറ്റ് നമുക്ക് പിടിക്കാം. 10 മിനിറ്റിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് തീരും കേട്ടോ. പിന്നെ ലാസ്റ്റ് മറ്റേ സാരി കുത്തണ ഭാഗമുണ്ടല്ലോ, അവിടുത്തെ ഇങ്ങനെ നൂല് പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് അതിങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാരി നമ്മൾ വെച്ച് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട്. ഇനി നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബ്ലൗസ് എൻ്റെ കയ്യിൽ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈനിങ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അളവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രിൻസസ് കട്ടിൻ്റെ ഇത് നമ്മളൊരു ചാർട്ട് പേപ്പറിലോ വേണമെങ്കിൽ കാർഡ്ബോർഡിലോ ഇതേപോലെ വെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പിന്നീട് പ്രിൻസസ് കട്ട് ബ്ലൗസ്, അതേപോലെ തന്നെ അനാർക്കലീസ് ആണെങ്കിൽ യോക്ക്, അതൊക്കെ നമുക്ക് ഈസിലി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ ഞാൻ ഫസ്റ്റ് ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യണം. നടുവിലത്തെ ഭാഗം പ്രിൻസസ് കട്ടിൻ്റെ അത് നമ്മൾ ആ ചാർട്ട് പേപ്പറിൻ്റെ എൻ്റെ അളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർട്ട് പേപ്പറാണ്, അതേ അളവിൽ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതേപോലെ മുറിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമ്മുടെ നടുവിലത്തെ ഭാഗമായിട്ട് വരും. ഇത് എനിക്കറിയാം, സ്റ്റിച്ചിങ് അറിയാവുന്ന ആളുകൾക്കാണ് കുറച്ച് പറ്റുക. നമ്മൾ സിമ്പിൾ ബ്ലൗസ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. പ്രിൻസസ് കട്ട് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതേപോലെ നമ്മൾ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലോ ഇതേപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ നമുക്കൊരു 1/2 മണിക്കൂർ ചിലവാവുള്ളൂ. അപ്പോൾ അതേ പ്രിൻസസ് കട്ടിൻ്റെ മറ്റേ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നടുവിലത്തെ ഭാഗവും 2 സൈഡിൽ വെക്കണ ഭാഗവും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണി നമുക്ക് വളരെ കുറവാണ്, ഒരു 0.60, 0.70 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ സൂക്ഷിച്ചൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് ലാവിഷായിട്ട് 1 മീറ്ററൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അച്ചരം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ എൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 കേട്ടോ. 32 എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാൻ 30ൻ്റെ ഒരു അളവിലാണ് എടുക്കുക. പിന്നെ കുറച്ച് കൂട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ലൈനിങ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നമുക്ക് എന്നിട്ട് അതിനെ നല്ല തുണിയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, രണ്ടിനെയും ഒരുമിച്ചാക്കുക. നല്ല തുണീനെയും അതേപോലെ ലൈനിങ്ങിനെയും ഒരുമിച്ചാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങനെ പിൻ ചെയ്ത് കറക്റ്റാക്കി ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ 3 പീസസ് ഉണ്ട് പ്രിൻസസ് കട്ടിൻ്റെ. അപ്പോൾ 3 പീസസ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റിച്ചിങ് കുറച്ചെങ്കിലും താല്പര്യമുണ്ട്, ഇതേപോലെ ബ്ലൗസൊക്കെ തുന്നുന്ന ആളുകളാണെങ്കിൽ എന്തായാലും പാറ്റേൺ അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാറ്റേൺ മേടിക്കാനൊക്കെ കിട്ടും എന്നുള്ളത്. പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് മുന്നേ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കോളേജിൽ നിന്ന് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവിടുന്ന് കിട്ടിയില്ല. ഇതേപോലെ നമുക്ക് മേടിക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് ആമസോണിൽ നോക്കി നോക്കും. ഞാൻ നോക്കാട്ടെ, നോക്കിയിട്ട് ഇങ്ങനത്തെ പാറ്റേൺ ആയിട്ട് 30 സൈസിൻ്റെ കറക്റ്റ് പാറ്റേൺ ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെയായിട്ട് മേടിച്ചാൽ മതി. ഇതും എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് അങ്ങനെ മേടിച്ച് തന്നിട്ടില്ല, കുറേ വർഷത്തെയാണ് മുന്നത്തെയാണ് കേട്ടോ. എന്നാലും ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചു. പിന്നെ അതുകൂടാണ് ഞാൻ കാർഡ്ബോർഡിലും പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ അത് മിസ്സായി പോയിട്ടോ. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ 3 പീസസ് ഇല്ലേ, അതിന് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇത് ഇത്തിരി ടഫാണ്. ഇത് ആ പീസസ് ഒരേപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ ഇത്തിരി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയണം. ഇത്തിരി ഒരു വഴക്കം വേണം കേട്ടോ. അങ്ങനെ അറിയാമെങ്കിൽ ഈസിലി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 3 പീസസ് നമ്മൾ ഇതേപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നെക്ക് നമുക്ക് വി നെക്ക്, സ്ക്വയർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിവിടെ ക്യാൻവാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ ബാക്കി ഇങ്ങനെ കുറച്ച് തുണി കഷ്ണങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വെട്ടിയെടുത്ത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വി നെക്കാണ് കേട്ടോ ചെയ്യണത്. 6 ഇഞ്ച് ഇറക്കത്ത്, 6 കേട്ടോ, 6 ഇഞ്ച് ഇറക്കം, 1/2 ഇഞ്ച് മുകളിലേക്ക് ഷോൾഡറിൽ പോയിപ്പോവും. എന്നിട്ട് ഇതേപോലെ മടക്കുക. ഒരു ഭാഗം ചെയ്തിട്ട് അതിനെങ്ങനെ മടക്കിയിട്ട് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തും അതേപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഈക്വലി, അതായത് വീനക്ക് 2 വശത്തും ഈക്വലി നമുക്ക് കിട്ടും. ഇതൊക്കെ കുഞ്ഞു സൂത്രപ്പണികളാണ് കേട്ടോ, പക്ഷേ നല്ല റിസൾട്ട് തരും ഇത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ കുറച്ച് നീക്കിയിട്ട് സ്റ്റിച്ചിൻ്റെ അപ്പുറത്തായിട്ട് ഇതേപോലെ വെട്ടിയെടുക്കുക കേട്ടോ. വെട്ടിയെടുത്തതിന് ശേഷം നൂലിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ ചെറിയ കട്ടുകൾ കൊടുക്കുക. നൂലിൻ്റെ മറ്റേ വശത്തേക്ക് വരരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ കയറിപ്പോവും. എന്നിട്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ എക്സ്ട്രാ ഉള്ള ഈ തുണി ഇതേപോലെ വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് മടക്കി അടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ നെക്ക് റെഡി ചെയ്ത് നമ്മൾ സ്ഥിരം ചെയ്യണമെന്നല്ല, നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മടിച്ചാണ് ആ കാര്യത്തിൽ. പണ്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കല്യാണ സമയത്തുള്ള എല്ലാ സെൽവാസും അതേപോലെ എൻ്റെ സാരി, ബ്ലൗസ്, പിന്നെ കുറച്ച് ഡിസൈനർ വെയർസ് പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്യാൻവാസൊക്കെ വെച്ച് നല്ല കുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല മടിയായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല. എളുപ്പത്തിൽ ചെയ്യാവുന്ന പണികൾ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നെക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തുണി ഇതേപോലെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആവും കേട്ടോ. അത് കണ്ടോ, അറ്റം വരെ നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് കുത്തി നിർത്തിയിട്ട് തിരിച്ചിതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈനിങ്ങും അതേപോലെ തന്നെ ഇതും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പിൻ ചെയ്യുക, നല്ല തുണിയും വെച്ച് പിൻ ചെയ്യുക. എന്നിട്ട് ബാക്ക് നെക്കും നമ്മൾ വി ആണ് കൊടുക്കണം. 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വി നെക്ക് മാർക്ക് ചെയ്തിട്ട് മടക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പം തന്നെ കൈ കൊണ്ട് വരച്ചു. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചടിക്കാവുന്നതാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് വേറെ തുണിയൊക്കെ വെച്ച് ചെയ്തു. ഇനി നമുക്ക് അതിനും മടിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചടിക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ ബാക്ക് നെക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പെർഫെക്റ്റ് ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കും റെഡിയാണ്, അതേപോലെ ഫ്രണ്ടും റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ജസ്റ്റ് നമുക്ക് ഷോൾഡറും കൂടി ഒരുമിച്ച് വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. സ്റ്റിച്ചിങ് അറിയാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ അയ്യോ ഇത് എന്തൊരു ടഫാണ്, മെനക്കെടല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇത്തിരിയെങ്കിലും സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ ക്രോസ് പീസസ് വെട്ടിയെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വളവുള്ള സ്ഥലത്തൊക്കെ നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്സ് വെക്കുന്നില്ല, ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്യണത്. അപ്പോൾ അവിടെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഞാൻ എന്തോ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് ഞാൻ കാണുന്നത്, JBI TV ആണോ ആണെന്ന് തോന്നുന്നുണ്ട്. എന്താ ഞാനിത് കാണും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കും കേട്ടോ സിനിമ കാണും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. പക്ഷേ സൗണ്ട് കാരണം നമുക്ക് നേരെ കേൾക്കില്ലാന്നേ, അതൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു സാധനം ഇങ്ങനെ നോക്കിയിരിക്കാനുണ്ടെങ്കിൽ നല്ലതല്ല, അല്ലെങ്കിൽ കുറച്ച് ബോറടിക്കുക. എനിക്ക് എപ്പോഴും ഈവൻ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സംസാരിക്കാണ്ട് ഷൂട്ട് ചെയ്യണ സമയമാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ വശം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നല്ല, ഇങ്ങനെ ഇതേപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്ലൗസിൻ്റെ ബാക്കിലാണ് നമ്മൾ ഹുക്ക് വെക്കണം. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഹുക്ക് വെക്കേണ്ട ഭാഗത്ത് മടക്കി അടിക്കുക. പിന്നെ അതുപോലെ
നമുക്ക് മറ്റാ നൂലുകൊണ്ട് ചെയ്യുന്ന ലൂപ്പില്ലേ അത് വെക്കേണ്ട സ്ഥാനത്ത് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതും റെഡിയാണ്. ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുത്താൽ മതി. ബ്ലൗസിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നമുക്ക് എക്സ്ട്രാ നൂലൊക്കെ വെട്ടിക്കളഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിലാവാം. പക്ഷെ ഞാൻ എപ്പോഴും ബ്ലൗസിന് പാഡ് വയ്ക്കും കേട്ടോ. എനിക്ക് അതൊരു പെർഫെക്ഷനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് കുറച്ച് ഡീപ്പാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രാ ഒക്കെ ഇടുമ്പോൾ കാണുമെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ട് പാഡ് വെക്കുന്നത് നല്ലതാണ്. ശരിക്കും കുറേ പേര് ഉള്ളിൽ പാഡ് വെച്ച് തുന്നും. ഞാനും പണ്ട് അങ്ങനെ തുന്നാറുണ്ട്. ഇടയിൽ ഞാൻ ഹുക്കൊക്കെ വെച്ചു കേട്ടോ. പക്ഷേ ഈ ഹുക്ക് വെച്ചത് അത്ര ഭംഗിയായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ ഒരു കഷ്ണം തുണിയും വെച്ചു. മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പാഡ് ഞാനിപ്പോൾ എനിക്ക് പിന്നീടും റീയൂസ് ചെയ്യാൻ വേണ്ട പാകത്തിന് ജസ്റ്റ് ഞാനിപ്പോൾ പുറത്താണ് കേട്ടോ മറ്റേ ആ പാഡ് വെച്ച് കൊടുക്കാൻ പോണത്. അത് പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പാഡ് വെച്ചിട്ട് ഒരു കൈത്തുന്നൽ കൊടുത്താൽ മതി. പക്ഷെ ഞാൻ പിന്നെയും ഇപ്പം സമയമില്ലാത്ത കാരണം ജസ്റ്റ് സൂചി വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് കേട്ടോ. ഇത് സൂക്ഷിക്കണേ, കാരണം കുത്തിക്കയറിയാൽ പിന്നെ എന്നെ പറയരുത് കേട്ടോ. സൂക്ഷിച്ചിട്ട് ചെയ്താൽ മതി. കൈത്തുന്നൽ കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ബ്ലൗസിന് ആവശ്യം കഴിഞ്ഞാൽ അടുത്ത ബ്ലൗസിലേക്ക് വെക്കാനായിട്ടാണെങ്കിൽ ആ കൈത്തുന്നൽ അഴിച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ പാകത്തിനുള്ള ബ്ലൗസ് എടുത്തിട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞു, ബ്ലൗസ് റെഡി. പെട്ടെന്നായില്ലേ, 10 മിനിറ്റിൽ നമ്മൾ ഇതെങ്ങനെയാണ് തുന്നേണ്ടതെന്ന് കാണിച്ചു തന്നല്ലേ, എളുപ്പമല്ലേ. ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തുന്നിയെടുക്കാവുന്നതാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ആവും. നമുക്കിങ്ങനെ തോന്നും അയ്യോ ഇത് കറക്റ്റ് ആവുമോ, ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ഫിറ്റൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നമില്ല, കാണാൻ നല്ല ലുക്കായി. നമുക്ക് വൈഡ് നെക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ക്യാൻവാസ് വെച്ച് തുന്നാണെങ്കിൽ ഈ സ്റ്റിച്ചിങ് ഒന്നും കാണില്ല. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു പെട്ടെന്നൊരു 10 മിനിറ്റിൽ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാണിക്കാനൊരു 10 മിനിറ്റ്, പക്ഷേ നമുക്ക് മൊത്തത്തിൽ തുന്നിയെടുക്കുക ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. ഇടയിൽ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. പിന്നെ ഷൂട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ്സൊക്കെ ഒന്ന് ടാഗ് ചെയ്യാം കേട്ടോ. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്, ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പിങ്ക് ഐ ഷാഡോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. കണ്ണൊക്കെ എഴുതിയ ഭംഗിയാണ്, പക്ഷേ ഇത് മതി. പിന്നെ മുടി ഞാൻ ജസ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് മുടി ഒന്ന് എടുത്ത് പിരിച്ച് ഒരു ക്ലിപ്പ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കമ്മൽ അഡോബൈ പ്രിയങ്ക എന്നുള്ള കമ്മലാണ് കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെഡിയാണ്. ഇനി നമുക്ക് സാരി നമ്മൾ ഇത് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്കും കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ 70 രൂപയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ പ്ലാനാണ് നിൽക്കണത്. നമുക്കതിഷ്ടമല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള ഇത് എടുത്താൽ മതി, അങ്ങനത്തെ നമുക്ക് കിട്ടും. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നല്ല രസമില്ല, മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്കിങ്ങനെ പൊന്തി നിൽക്കുന്നത് കുറച്ച് ചേരുന്ന കാരണം ഞാൻ പിന്നെ അതങ്ങ് ഇത് തന്നെ എടുത്തു എന്നേ ഉള്ളൂ. ഇത് ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഇതിനെ സ്കേർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. സ്കേർട്ടാക്കുമ്പോൾ കുറച്ചും കൂടി രസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തുണി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സാരി ആയിട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ടാക്കാം, വേണമെങ്കിൽ അനാർക്കലി ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ 3-4 തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് പ്ലാന് നിൽക്കുന്നുണ്ടെങ്കിലും ഉടുത്താൽ അതിങ്ങനെ ഫിക്സായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഊരിപ്പോരി അങ്ങനെയൊന്നുമില്ല. ബ്ലൗസായിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഡീപ്പ് വൈഡ് നെക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല കേട്ടോ. ബ്ലൗസിൻ്റെ ലെങ്ത്തും ഒരു പെർഫെക്ഷനും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാരിയുടെ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് അത് കാണുന്ന ഒരു സാരി ക്ലിപ്പാണ് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.